ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വീഡിയോ പ്രചരിപ്പിച്ച യുവതിയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവതിയുടെ പരാതി വ്യാജമാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പോലീസിനെതിരെ BJP രംഗത്ത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി ആർക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുതെന്ന് മാതാപിതാക്കൾ. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുണ്ടാവില്ല. അതോടെ കോഴിക്കോട് വടകരയിലെ വീട്ടിലെത്തിയാണ് വീഡിയോ പ്രചരിപ്പിച്ച യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. യുവതിയുടെ പരാതി വ്യാജമാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ടു പോകും. ഒരു സംഭവം വെച്ച് എല്ലാം സാമാന്യവൽക്കരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. വ്യാജ പരാതികൾ വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. ദീപകിന്റെ മരണത്തിൽ നിരവധി ദുരൂഹതകളുണ്ടെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ഇതുവരെ ചുമത്തിയിട്ടില്ലെന്നും BJP നേതാവ് PS ശ്രീധരൻപിള്ള. ദീപകിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ഈ നിമിഷം വരെയും FIR-ലും ഇൻക്വസ്റ്റിലും 2 ദിവസം വരെയായിട്ടും ഒരു സാധാരണ ആത്മഹത്യ എന്നുള്ളതിൽ ചുരുക്കിയത് ആപത്കരമായ പല ദിശകളിലേക്കും അത് വിരൽ ചൂണ്ടുന്നു. കുടുംബത്തിന്റെ നിയമപോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് LG ലിജീഷ് പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.